കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 24, 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാന വദനരായിരുന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവരാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങളവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ ഉദ്ധാനത്തിൻ്റെ അനുഭവം തൻ്റെ ശിഷ്യന്മാരും തന്നെ സ്നേഹിക്കുന്നവരുമായി പങ്കുവയ്ക്കുകയും ഉദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടാനും അനുഭവിക്കുവാനും ജീവിക്കുന്ന ഈശോ അനേകരെ അനുവദിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടുമുട്ടുക. ആദ്യമായി നമ്മൾ കാണുകയാണ് പത്രോസും യോഹന്നാനും സുന്ദര കവാടത്തിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ജന്മന മുടന്തനായി ഒരുവനിരിക്കുന്നു. അവൻ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം 10-40 വർഷത്തിലധികമായി മുടന്തനാണ് എന്ന് തുടർന്ന് വരുന്ന അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഭിക്ഷ യാചിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷെ ഒരു നാമമുണ്ട്. ആ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. തക്ഷണം കൈകാലുകൾ ഫലം പ്രാപിക്കുന്നു.
വർഷങ്ങളോളമായി സുന്ദര കവാടത്തിൽ കടന്നവൻ അത്ഭുതകരമായി സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. പത്രോസും യോഹന്നാനും തങ്ങളുടെ കൂടെ നടക്കുന്ന ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൂടെ ഉദ്ധിതനായ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഇവർ ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞതും യേശു ചെയ്തതും യേശു ജീവിതകാലത്ത് പൂർത്തീകരിച്ചതുമായ എല്ലാ നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അപ്പസ്തോലന്മാർക്ക് കിട്ടുന്നത്. അതുവരെ അപ്പസ്തോലന്മാർക്ക് പലതും മനസ്സിലായില്ല. യേശു കൂടെ നടന്ന സമയത്തും യേശു പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഇവർക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവർ ആത്മാവിൻ്റെ പ്രവർത്തനത്തിലെ നിത്യസത്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെട്ടു. അപ്പോൾ ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ നടക്കുന്ന ഒരു സാന്നിധ്യം ഇവരനുഭവിക്കാൻ തുടങ്ങി. ആ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇന്നത്തെ ആദ്യവാനം നമ്മൾ അപ്പസ്തോലന്മാരിലൂടെ ജീവിക്കുന്നവനായ ഉദ്ധിതനായ കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതം നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സാന്നിധ്യം ഇവരനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ നീ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല തരാം, പക്ഷേ ഒരു നാമമുണ്ട്. ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഉദ്ധിതനായ ഈശോയുണ്ട്. ആ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ അത്ഭുതം നടക്കുന്നതും പിന്നീട് അങ്ങോട്ട് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതൊക്കെ. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതേ അപ്പസ്തോലന്മാർ തന്നെയാണ് യുദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് പലരും പറഞ്ഞു കേട്ടു. അപ്പസ്തോലന്മാർ കല്ലറയെങ്കിലേക്ക് ചെന്നപ്പോൾ, പത്രോസ് അവിടെ ചെന്നപ്പോൾ കണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സ്ത്രീകൾ ചെന്നപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ വിവരണങ്ങളെക്കുറിച്ച് ഇവര് വിവരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നു എന്നിട്ട് മനസ്സിലായില്ല. ഇവർക്ക്, ഈ അപ്പസ്തോലന്മാർക്ക് യേശു കൂടെ നടന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകളും അവരുടെ ഹൃദയവും അടഞ്ഞുപോയെന്നും മന്ദീഭവിച്ചു വരുന്നു എന്നും വചനം പറയുകയാണ്. ഉദ്ധാനം ചെയ്ത കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നതും കണ്ണുകൾ തുറക്കപ്പെടുന്നതും വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയാണെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവത്തിൽപ്പെട്ട്, ജീവിത ക്ലേശങ്ങളിൽപ്പെട്ട്, അസ്വസ്ഥതകളിൽപ്പെട്ട് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകാം, നമ്മുടെ ഹൃദയം മന്ദീഭവിക്കാം. എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം, ഉദ്ധിതനായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അനുഭവിക്കാനും പറ്റാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്കും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ചില പ്രലോഭനങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചില സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലഘട്ടങ്ങളിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, വചനം മുറിയപ്പെടുമ്പോഴും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ മുറിച്ച് നമുക്ക് തരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ തുറവിയും നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും എന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലുമാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ വചനം മുറിച്ച് തന്നുകൊണ്ടിരിക്കുക. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഈ അൾത്താരയിൽ മുറിയപ്പെടാൻ തുടങ്ങും. വചനം മുറിയുമ്പോൾ ഒരുവന്റെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങുന്നത് പോലെ അപ്പം മുറിച്ചു തരുമ്പോൾ ഒരുവന്റെ ആന്തരിക നയനങ്ങൾ, വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറക്കപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഈ അൾത്താരയിൽ അരങ്ങേറുന്നത് നിത്യസത്യങ്ങളാണെന്നും ദൈവീക രഹസ്യങ്ങളാണെന്നും ഈ അൾത്താരയിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അത് യേശുവാണെന്നും അവൻ എൻ്റെ കൂടെ, എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നോടൊപ്പം നിരന്തരമുള്ള ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം കിട്ടുന്നത്. അപ്പൊ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ബോധ്യമാണ് അനുദിന ജീവിതത്തിൽ നടക്കാനുള്ള ശക്തിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിരന്തരമായ വചനം മുറിക്കലിലൂടെയും അപ്പം മുറിക്കലിലൂടെയും, മറ്റു വാക്യം പറഞ്ഞാൽ നിരന്തരമായ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതം വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ആത്മീയ നയനങ്ങൾ എന്നും തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും. അവൻ്റെ ഹൃദയം എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. എങ്ങനെയാ? ഉദ്ധിതനായ കർത്താവ് കൂടെ നടക്കുന്ന ഒരു അനുഭവം. ജീവിക്കുന്ന കർത്താവ്
ജീവനോടെ കൂടെ നടക്കുന്ന ഒരു അനുഭവം സ്വന്തമാക്കിയ ഒരു ദൈവ പൈതലിന് ഈ ലോക ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലും നടക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ജീവിതം സ്റ്റക്കപ്പാകാതെ, തകർന്നു പോകാതെ, തളർന്നു പോകാതെ ജീവിതം ദൈവീക പദ്ധതിക്ക് അനുസരിച്ച് വിധേയപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത് ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മീതെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വായനകളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പസ്തോലന്മാർ അനുഭവിച്ചതുപോലെ, സ്വന്തമാക്കിയതുപോലെ ഉദ്ധാനത്തിൻ്റെ ജീവിതം അനുഭവിക്കാനും ആ ജീവിതത്തോടെ മുന്നോട്ട് പോകാനും പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.